നമസ്കാരം. പ്രധാന വാർത്തകൾ. വഖഫ് വിഷയത്തിൽ തിരിച്ചടി മറികടക്കാൻ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വിശദ റിപ്പോർട്ട് നൽകും. വഖഫ് നിയമ ഭേദഗതിയിൽ കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി ഒഴിവാക്കാനുള്ള തിരക്കിട്ട നീക്കവുമായി കേന്ദ്ര സർക്കാർ. വഖഫ് ഭൂമിയെക്കുറിച്ച് മുസ്ലിങ്ങൾ അടക്കം നൽകിയ പരാതികളുടെ വിശദാംശം കോടതിയിലെ സത്യവാങ്മൂലത്തിനൊപ്പം നൽകാനാണ് നീക്കം. വഖഫ് നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമെന്ന് വിധിച്ചാൽ താൻ രാജി നൽകുമെന്ന് സംയുക്ത പാർലമെന്ററി സമിതി അധ്യക്ഷൻ ജഗദാംബിക പാൽ പറഞ്ഞു. വഖഫ് നിയമ ഭേദഗതിയിലെ പ്രധാന വ്യവസ്ഥകൾ മരവിപ്പിക്കേണ്ടി വന്നത് വൻ തിരിച്ചടിയായിരിക്കെ കോടതിയിൽ കൂടുതൽ രേഖകൾ നൽകാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. ആദ്യ ദിവസം കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയ്ക്ക് കൃത്യം ഉത്തരം നൽകാനായില്ല. ഇതാണ് തിരിച്ചടിക്ക് കാരണമെന്ന് BJPയിൽ ചിലർ കരുതുന്നു. ഇന്നലെ സർക്കാർ തന്നെ വഖഫ് സ്വത്തുക്കളിൽ മാറ്റമുണ്ടാകില്ല എന്ന് ഉറപ്പു നൽകി കോടതിയിൽ നിന്ന് ബില്ലിനെതിരായ ഉത്തരവ് വരുന്നത് ഒഴിവാക്കി. കേസ് അടുത്ത് പരിഗണിക്കുന്ന മെയ് 5 മുമ്പ് വഖഫ് സ്വത്തുക്കളെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന് കിട്ടിയ പരാതികൾ കോടതിക്ക് കൈമാറാനാണ് നീക്കം. തൊമ്മൻകുത്തിൽ കുരിശു പൊളിച്ച സ്ഥലത്തേക്ക് കുരിശടി വഴിയുമായി വിശ്വാസികൾ, തടഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ഇടുക്കി തൊമ്മൻകുത്തിൽ വനംവകുപ്പ് കുരിശു പിഴുതുമാറ്റിയ സ്ഥലത്തേക്ക് കുരിശിന്റെ വഴിയുമായി സഭ. പോലീസും വനംവകുപ്പും തടഞ്ഞതോടെ പ്രാർത്ഥനാ പ്രതിഷേധവുമായി വിശ്വാസികൾ. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി നാരുങ്ങാനത്ത് സ്ഥാപിച്ച കുരിശ് കൈവശ ഭൂമിയിലെന്ന് സഭ, വനംവകുപ്പ് ഭൂമിയെന്ന് സർക്കാർ. രാവിലെ തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയിലെ ദുഃഖവെള്ളി ചടങ്ങുകൾക്ക് ശേഷമാണ് വനംവകുപ്പ് കുരിശ് നീക്കം ചെയ്ത സ്ഥലത്തേക്ക് പള്ളിയുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി നടത്തിയത്. 14ാമത്തെ സ്ഥലമായ തർക്കഭൂമിയിലേക്ക് കടക്കുന്നത് പോലീസും വനംവകുപ്പും ചേർത്ത് തടഞ്ഞു. കുരിശ് സ്ഥാപിക്കില്ലെന്നും പ്രാർത്ഥന നടത്തി തിരികെ പോകുമെന്നും വൈദികർ ഉൾപ്പെടെ പറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥർ സമ്മതിച്ചില്ല. തുടർന്ന് വലയം ഭേദിച്ച് കുരിശുമായി കയറി പ്രാർത്ഥന നടത്തി. വനഭൂമിയിൽ അതിക്രമിച്ചു കയറിയതിന് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. കോന്നി ആനക്കൂട്ടിൽ ഫോട്ടോ എടുക്കുന്നതിനിടെ അപകടം. കോൺക്രീറ്റ് തൂൺ മറിഞ്ഞു വീണ് 4 വയസ്സുകാരൻ മരിച്ചു. ഗാർഡൻ ഫെൻസിംഗിന്റെ ഭാഗമായി സ്ഥാപിച്ച കോൺക്രീറ്റ് തൂൺ ഇളകി വീണാണ് അപകടം നടന്നത്. അടൂർ കടമ്പനാട് സ്വദേശി അഭിരാമാണ് മരിച്ചത്. ഇന്ന് രാവിലെ ആനകളെ കാണാനായി കുടുംബത്തോടൊപ്പം എത്തിയതായിരുന്നു കുട്ടി. ഗാർഡനിൽ കോൺക്രീറ്റ് തൂണിനോട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാനായിരുന്നു ശ്രമം. എന്നാൽ തൂൺ മറിഞ്ഞ് കുഞ്ഞിന്റെ ദേഹത്തേക്ക് വീണു. കുഞ്ഞ് കൽത്തൂണിന്റെ അടിയിൽ അകപ്പെട്ടുവെന്നും ഗുരുതരമായി പരിക്കേറ്റുവെന്നുമാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അഭിരാമിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഭിന്നശേഷിക്കാരിയായ 41-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമം, പ്രതി പിടിയിൽ. കൊല്ലത്ത് ഭിന്നശേഷിക്കാരിയായ 41-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾ പിടിയിലായി. സെന്റ് ജോസഫ് ഐലൻഡ് സ്വദേശി യേശുദാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. ശക്തികുളങ്ങര പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. വീട്ടിൽ കയറി ഭിന്നശേഷിക്കാരിയായ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് IPS തലപ്പത്ത് മാറ്റം. സംസ്ഥാനത്ത് IPS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ മാറ്റം. എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന NIA SP ആയി ദില്ലിക്ക് പോകുന്നതോടെയാണ് മാറ്റം. വൈഭവ് സക്സേനയുടെ ഉടനടി പുതിയ ചുമതലയേൽക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്ന നിർദ്ദേശം. 5 വർഷത്തേക്ക് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലാണ് വൈഭവിനെ NIAയിൽ നിയമിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന ദ്രുതകർമ്മ സേനാ വിഭാഗം കമാൻഡന്റ് ഹേമലതയെ എറണാകുളം റൂറൽ SP ആയി നിയമിച്ചു. തിരുവനന്തപുരം സിറ്റി DCP വിജയഭാരത റെഡ്ഡിയെ കാസർഗോഡ് SP ആയി നിയമിച്ചു. T ഷറഫ് പകരം തിരുവനന്തപുരം DCP ആകും. പോലീസ് ടെലികോം വിഭാഗം SP ദീപക് ധൻഹർ ഫർഷ് ഒഴിയുന്ന സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിന്റെ SP ആവും.